കർത്താവിൻ പ്രിയരെ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദന സമയത്ത് അറിയിക്കുന്നു. നാം ഒരു ക്രിസ്മസ് കൂടെ കൊണ്ടാടുകയാണ്. ലോകം മുഴുവനായിട്ട് സന്തോഷമായിട്ട് ആഘോഷിക്കുന്ന ഏക പെരുന്നാൾ അല്ലെങ്കിൽ ഉത്സവം യേശു ക്രിസ്തുവിന്റെ ജന്മമാണ്. ലോകത്തിലെല്ലായിടും ഈ ക്രിസ്മസ് സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ കൊണ്ടാടുന്നു. അതൊരു ചരിത്ര സംഭവം കൂടിയാണ്. കാരണം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുന്ന സമയത്തോടെ പ്രത്യേകം പറയുന്നു, റോമ ചക്രവർത്തിയായിരുന്ന അഗസ്റ്റസ് സീസർ ചക്രവർത്തിയായിട്ട് വാഴുന്ന കാലത്താണ് യേശു ബേത്ലഹേമിൽ ജാതനാകുന്നത്. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷം മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകന്മാർ കർത്താവിന്റെ ജനനത്തെപ്പറ്റി വളരെ വ്യക്തമായിട്ട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് 750 വർഷം മുമ്പ് ജീവിച്ച മീഖ പ്രവാചകൻ പറഞ്ഞു, യേശു ഒരു കന്യകയിൽ ജനിക്കുമെന്നും അവൻ ജനിക്കുന്ന സ്ഥലം ബേത്ലഹേം ആയിരിക്കുമെന്നും പറഞ്ഞത്. അതുപോലെ നമ്മൾ പഴയ നിയമം വായിക്കുന്ന സമയത്ത് കർത്താവിന് ജനിക്കുന്നതിന് 700 വർഷം ജീവിച്ചതായിട്ടുള്ള മഹാനായിട്ടുള്ള യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, യേശുവിന്റെ ജനനത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലുണ്ട്, അവന് അത്ഭുത മന്ത്രിയും വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും എന്ന് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ പുലർത്തി നോക്കിക്കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തെപ്പറ്റി, ജീവിതത്തെപ്പറ്റി, മരണത്തെപ്പറ്റി, ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയും ഏകദേശം 325 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ ജനനമാണ്. കാരണം ഒരു രക്ഷകന്റെ ജനനമായിട്ടാണ് ബൈബിൾ ഇത് കാണുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായിട്ട് ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ ജനനത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇന്നടത്ത് ജനിക്കുമെന്നും അവന്റെ പേരിന്നതായിരിക്കുമെന്ന് പറഞ്ഞതിന്റെ കൂടത്തെ തന്നെ പറഞ്ഞിട്ട് അവൻ രക്ഷിതാവാണ്, അവൻ രക്ഷകനാണ്, ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല, അവിടെ പറഞ്ഞിരിക്കുന്ന സർവ്വജനത്തിനും, ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്ദേശവും സന്തോഷവും അതാണ്. സകല മനുഷ്യർക്കും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും സന്തോഷം ലഭിക്കാൻ, സമാധാനം ലഭിക്കാൻ കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ചു. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, ഇന്ത്യ ക്രിക്കറ്റിൽ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്കാർക്കെല്ലാം വലിയ സന്തോഷവും വളരെ അനുഗ്രഹമായിരിക്കും. പക്ഷേ നമ്മുടെ അടുത്തുള്ള രാജ്യക്കാർക്ക് അത് സന്തോഷമല്ല, അവർക്ക് അസ്വസ്ഥതയാണ് ഇന്ത്യ ജയിക്കുന്ന. കേരളം ഇപ്പോഴത്തെ സന്തോഷ് ട്രോഫി ജയിക്കുകയാണെങ്കിൽ അത് മലയാളികൾക്കെല്ലാം വളരെ സന്തോഷം. എന്നാൽ കേരളത്തിന് പുറത്തുള്ളവർക്ക് ആ വാർത്ത അത്ര സന്തോഷമായിരിക്കും. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം നിങ്ങളോട് അറിയിക്കുന്നു. അതുകൊണ്ട് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം ലഭിക്കുന്നതിന്, അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തു ജനിച്ച സമയത്ത് സ്വർഗത്തിലെ മാലാഖമാരും സ്വർഗീയ ഗായക സംഘങ്ങളും ചേർന്ന് പാടിയ ഒരു പാട്ട് ബൈബിളിൽ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അതുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിന് സമാധാനവും സന്തോഷവും ലഭിക്കും. ഇതാണ് ക്രിസ്മസിന്റെ അർത്ഥം എന്ന് പറഞ്ഞത്. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുകയാണെങ്കിൽ, ജീവിതം ക്രമീകരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും, ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാകും, ജീവിതത്തിന് സമാധാനം ഉണ്ടാകും. അതാണ് ക്രിസ്മസിന്റെ ദൂതായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ള സംഗതി. ആദിമ കാലത്ത് ആദിമ സഭയിൽ ജീവിച്ചിരുന്ന സെയിന്റ് അത്തനേഷ്യസ് എന്ന് പറഞ്ഞ ഭക്തൻ പറഞ്ഞു, ഗോഡ് ബിക്കേം മാൻ സോ ദാറ്റ് മാൻ മേ ബിക്കം ലൈക്ക് ഗോഡ്. ദൈവം മനുഷ്യനായി തീർന്നത് എന്തിനാണ്? ദൈവം ക്രിസ്തുവിൽ ഒരു മനുഷ്യനായി ലോകത്തിൽ എന്തിനാണെന്ന് അറിയാമോ? നമ്മളും ദൈവത്തെ പോലുള്ള സ്വഭാവമായി തീരുവാനാണ്. ക്രിസ്തുവിന്റെ സ്വഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിന്റെ സന്തോഷം നിൽക്കുന്നവരെ ഒറ്റ കാര്യത്തിലോട്ടെ, ഈ ക്രിസ്മസ് ക്രിസ്തുവിനോടുകൂടിയായി തീരുവാൻ, കർത്താവിനോടുകൂടിയായി തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പറഞ്ഞു തീരാത്ത സന്തോഷവും സമാധാനം നമ്മുടെ ഉള്ളത്തിലുണ്ട്. ഇന്ന് നമുക്ക് എല്ലാവർക്കും വലിയ വീടുകളുണ്ട്, വലിയ കാറുകളുണ്ട്, ഇഷ്ടംപോലെ പണമുണ്ട്, ബാക്കിയുള്ള ഉണ്ട്. യഥാർത്ഥ സമാധാനം അനുഭവിക്കുന്ന വളരെ കുറച്ച് പേര് മാത്രമാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസിന്റെ ഈ ദിവസവും നാം ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
എനിക്ക് പറയാനുള്ളത്, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളത്തിൽ വരട്ടെ. സന്തോഷമുള്ളവരായിട്ട്, അനുഗ്രഹമുള്ളവരായിട്ട്, ലോകത്തിന് സമാധാനം കൊടുക്കുന്നവരായിട്ട്, ഐശ്വര്യം കൊടുക്കുന്നവരായിട്ട്, മറ്റുള്ളവരെ കരുതുന്നവരായിട്ട് ചെയ്യുവാൻ സർവശക്തനായിട്ട് ദൈവം സഹായിക്കട്ടെ. അതിന് കർത്താവ് നിങ്ങളെല്ലാവരെയും ക്രിസ്മസ് ദിനത്തിൽ അനുഗ്രഹിക്കുകയും എല്ലാ നന്മകളാലും നിങ്ങളെ വഴി നടത്തുകയും ചെയ്യട്ടെ. I wish everyone a very happy Christmas and a prosperous New Year. Thank you.